അധ്യായം നമ്മുടെ ഭരണഘടന. ആദ്യത്തെ ഭാഗം. ഭരണഘടനയുടെ രൂപീകരണം, നിലവിൽ വരവ്. ചോദ്യം 1. ഭരണഘടനാ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് എന്തിലൂടെയാണ്? ഉത്തരം: ഭരണഘടനാ നിർമ്മാണ സഭ. ചോദ്യം 2. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാണ്? ഉത്തരം: 1946 ഡിസംബർ 9. ചോദ്യം 3. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം: ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ചോദ്യം 4. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരം: ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ചോദ്യം 5. ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയുടെ പേരെന്ത്? ഉത്തരം: ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ചോദ്യം 6. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം: ഡോക്ടർ BR അംബേദ്കർ. ചോദ്യം 7. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: ഡോക്ടർ BR അംബേദ്കർ. ചോദ്യം 8. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിന് എത്ര സമയമാണ് വേണ്ടിവന്നത്? ഉത്തരം: 2 വർഷം 11 മാസം 17 ദിവസം. ചോദ്യം 9. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ തീയതി ഏതാണ്? ഉത്തരം: 1949 നവംബർ 26. ചോദ്യം 10. ഭരണഘടനാ ദിനമായി ആചരിക്കുന്ന ദിനം ഏതാണ്? ഉത്തരം: നവംബർ 26. ചോദ്യം 11. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എപ്പോഴാണ്? ഉത്തരം: 1950 ജനുവരി 26. ചോദ്യം 12. ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യ എന്തായി മാറി? ഉത്തരം: പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്. ചോദ്യം 13. എല്ലാ വർഷവും നാം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് എപ്പോഴാണ്? ഉത്തരം: ജനുവരി 26. അടുത്ത ഭാഗം. ഭരണഘടന. പൊതുവായ വിവരങ്ങൾ. ചോദ്യം 14. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണം എന്താണ്? ഉത്തരം: ഭരണഘടന. ചോദ്യം 15. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യത്തിൻ്റെതാണ്? ഉത്തരം: ഇന്ത്യയുടേത്. ചോദ്യം 16. ഇന്ത്യയുടെ ഭരണഘടനയിൽ എത്ര അനുച്ഛേദങ്ങൾ, ആർട്ടിക്കിൾസ് ഉണ്ട്? ഉത്തരം: 395. ചോദ്യം 17. ഇന്ത്യയുടെ ഭരണഘടനയിൽ എത്ര പട്ടികകൾ, സ്കെഡ്യൂൾസ് ഉണ്ട്? ഉത്തരം: 12. ചോദ്യം 18. ഇന്ത്യയുടെ ഭരണഘടനയിൽ എത്ര ഭാഗങ്ങൾ, പാർട്സ് ഉണ്ട്? ഉത്തരം: 22. ചോദ്യം 19. എല്ലാ പൗരന്മാരും സംഘടനകളും സ്ഥാപനങ്ങളും എന്തനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്? ഉത്തരം: ഭരണഘടന. ചോദ്യം 20. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? ഉത്തരം: മാറ്റാൻ കഴിയില്ല. ചോദ്യം 21. ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും നടത്തുന്നത് അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഉത്തരം: ഭരണഘടനാ ഭേദഗതി. ചോദ്യം 22. ഇന്ത്യയുടെ ഭരണഘടനയും ബ്രിട്ടന്റെ ഭരണഘടനയും തമ്മിലുള്ള വ്യത്യാസമെന്ത്? ഉത്തരം: ഇന്ത്യയുടേത് എഴുതപ്പെട്ട ഭരണഘടനയാണ്, ബ്രിട്ടന്റേത് എഴുതപ്പെടാത്ത ഭരണഘടനയാണ്. ചോദ്യം 23. ഭരണഘടനാപരമായ നിയമങ്ങൾ പുസ്തക രൂപത്തിൽ തയ്യാറാക്കപ്പെടാത്ത ഭരണഘടന ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം: എഴുതപ്പെടാത്ത ഭരണഘടന. അടുത്ത ഭാഗം. ആമുഖം. ചോദ്യം 24. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആരാണ്? ഉത്തരം: ജവഹർലാൽ നെഹ്റു. ചോദ്യം 25. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം: ജവഹർലാൽ നെഹ്റു. ചോദ്യം 26. ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും താക്കോലും എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം: ആമുഖം. ചോദ്യം 27. ഭരണഘടനയുടെ ആമുഖത്തിൽ എന്താണ് വ്യക്തമാക്കുന്നത്? ഉത്തരം: ഭരണഘടനയുടെ ഉദ്ദേശ്യവും ലക്ഷ്യവും. ചോദ്യം 28. ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും എന്തിലാണ് പ്രതിഫലിക്കുന്നത്? ഉത്തരം: ആമുഖത്തിൽ. ചോദ്യം 29. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ലക്ഷ്യമാക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം: പരമാധികാരം, സ്ഥിതിസമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്. അടുത്ത ഭാഗം. ഭരണരീതികൾ, സംവിധാനങ്ങൾ. ചോദ്യം 30. തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്രത്തലവനായുള്ള സംവിധാനത്തിന്റെ പേരെന്ത്? ഉത്തരം: റിപ്പബ്ലിക്. ചോദ്യം 31. ഇന്ത്യയുടെ രാഷ്ട്രതലവൻ ആരായിരിക്കണമെന്നാണ് ഭരണഘടന പ്രഖ്യാപിക്കുന്നത്? ഉത്തരം: പ്രസിഡന്റ്. ചോദ്യം 32. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെ ഭരണം നടക്കുന്ന ഭരണരീതി എന്താണ്? ഉത്തരം: ജനാധിപത്യം. ചോദ്യം 33. ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനം എന്താണ്? ഉത്തരം: പാർലമെന്ററി ഭരണ സമ്പ്രദായം. ചോദ്യം 34. ഇന്ത്യയിൽ നിലവിലുള്ളത് എന്ത് തരം ഭരണ സംവിധാനമാണ്? ഉത്തരം: പാർലമെന്ററി ജനാധിപത്യം. ചോദ്യം 35. പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്താണ്? ഉത്തരം: നിയമനിർമ്മാണം. ചോദ്യം 36. കേന്ദ്രത്തിൽ പാർലമെന്റ് പോലെ സംസ്ഥാനങ്ങളിൽ എന്താണുള്ളത്? ഉത്തരം: സംസ്ഥാന നിയമസഭകൾ. ചോദ്യം 37. ഭരണാധികാരികളുടെ മേൽ ജനങ്ങൾക്കുള്ള അധികാരവും നിയന്ത്രണവും എന്തിലൂടെയാണ് പാർലമെന്ററി ഭരണസമ്പ്രദായം ഉറപ്പാക്കുന്നത്? ഉത്തരം: തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളിലൂടെ.
ചോദ്യം 38. ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്ന സംവിധാനം എന്താണ്? ഉത്തരം പ്രസിഡൻഷ്യൽ സമ്പ്രദായം. ചോദ്യം 39. അമേരിക്കൻ ഐക്യനാടുകളിലെ ഭരണ സമ്പ്രദായം എന്താണ്? ഉത്തരം പ്രസിഡൻഷ്യൽ സമ്പ്രദായം. ചോദ്യം 40. നിയമത്തിനു മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്ന് പറയുന്നത് ഭരണഘടനയിൽ ഏതു പേരിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം നിയമവാഴ്ച. ചോദ്യം 41. ജനാധിപത്യ സംവിധാനത്തിൽ ആരും എന്തിനതീതരല്ല? ഉത്തരം നിയമത്തിന് അതീതരല്ല. ചോദ്യം 42. നിയമവാഴ്ച എന്ന ആശയം ഉയർന്നു വന്നത് എന്തിന്റെ വളർച്ചയോടുകൂടിയാണ്? ഉത്തരം ജനാധിപത്യ ചിന്തയുടെ വളർച്ചയോടുകൂടിയാണ്. ചോദ്യം 43. നിയമവാഴ്ച അതിന്റെ പരിഷ്കൃതവും ആധുനികവുമായ രൂപത്തിൽ വികസിച്ചു വന്നത് ഏത് ഭരണഘടന അടിസ്ഥാനമാക്കിയാണ്? ഉത്തരം ബ്രിട്ടീഷ് ഭരണഘടന. ചോദ്യം 44. കേന്ദ്ര, സംസ്ഥാന, പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അധികാരം പങ്കിട്ട് നൽകുന്ന ഭരണരീതി അറിയപ്പെടുന്ന പേരെന്ത്? ഉത്തരം സംയുക്ത ഭരണവ്യവസ്ഥ. ചോദ്യം 45. എല്ലാ അധികാരവും കേന്ദ്ര ഗവൺമെന്റിൽ നിലനിർത്തുന്ന ഭരണവ്യവസ്ഥ അറിയപ്പെടുന്ന പേരെന്ത്? ഉത്തരം ഏകായത്ത ഭരണവ്യവസ്ഥ. അടുത്ത ഭാഗം മൗലികാവകാശങ്ങളും കർത്തവ്യങ്ങളും നിർദ്ദേശകതത്വങ്ങളും. ചോദ്യം 46. ജനാധിപത്യത്തിന്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ എന്താണ്? ഉത്തരം മൗലികാവകാശങ്ങൾ. ചോദ്യം 47. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പൗരന് എവിടെ സമീപിക്കാവുന്നതാണ്? ഉത്തരം ഹൈക്കോടതികളെയോ സുപ്രീം കോടതിയെയോ. ചോദ്യം 48. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഏത് അവകാശമാണ്? ഉത്തരം മൗലികാവകാശം. ചോദ്യം 49. വിദ്യാഭ്യാസാവകാശം ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഉത്തരം 21A. ചോദ്യം 50. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന സർക്കാരിന്റെ പദ്ധതി എന്താണ്? ഉത്തരം സർവശിക്ഷ അഭിയാൻ. ചോദ്യം 51. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശമായത് എത്രാം വർഷമാണ്? ഉത്തരം 2002. ചോദ്യം 52. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ സ്വത്തവകാശം എന്ത് തരം അവകാശമായിരുന്നു? ഉത്തരം മൗലികാവകാശം. ചോദ്യം 53. സ്വത്തവകാശം മൗലികാവകാശമല്ലാതാക്കിയത് എത്രാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഉത്തരം 44. ചോദ്യം 54. ഓരോ പൗരനും ഉറപ്പായി നിറവേറ്റേണ്ട കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഏതു പേരിലാണ്? ഉത്തരം മൗലിക കർത്തവ്യങ്ങൾ. ചോദ്യം 55. ഓരോ പൗരനും അവകാശങ്ങൾ അനുഭവിക്കുന്നതിനൊപ്പം എന്തു ചെയ്യുമ്പോഴാണ് സമൂഹം സുഗമമായി മുന്നോട്ട് നീങ്ങുന്നത്? ഉത്തരം കർത്തവ്യങ്ങൾ നിർവഹിക്കുമ്പോൾ. ചോദ്യം 56. സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിനു വേണ്ടിയുള്ള ഒരു കൂട്ടം തത്വങ്ങൾ രാഷ്ട്രഭരണത്തിനുള്ള നിർദ്ദേശങ്ങളായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം നിർദ്ദേശക തത്വങ്ങൾ. ചോദ്യം 57. നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ ഗവൺമെന്റ് എന്താണ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്? ഉത്തരം നിർദ്ദേശക തത്വങ്ങൾ. അടുത്ത ഭാഗം നീതിന്യായ വ്യവസ്ഥ. ചോദ്യം 58. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് നമ്മുടെ രാജ്യത്തുള്ള സംവിധാനം എന്താണ്? ഉത്തരം സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. ചോദ്യം 59. കുറ്റവാളികളെ ശിക്ഷിക്കുകയും നിയമസംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് ആരുടെ ചുമതലയാണ്? ഉത്തരം നീതിന്യായ വ്യവസ്ഥയുടെ. ചോദ്യം 60. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? ഉത്തരം സുപ്രീം കോടതി. ചോദ്യം 61. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഉത്തരം ഹൈക്കോടതി. ചോദ്യം 62. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി ഏതാണ്? ഉത്തരം മുൻസിഫ് കോടതി. ചോദ്യം 63. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന താഴ്ന്ന കോടതി ഏതാണ്? ഉത്തരം മജിസ്ട്രേറ്റ് കോടതി. ചോദ്യം 64. നിയമനിർമ്മാണ സഭയുടെയും കാര്യനിർവഹണ വിഭാഗത്തിന്റെയും സ്വാധീനത്തിൽ നിന്ന് ആരാണ് സ്വതന്ത്രമായിരിക്കുന്നത്? ഉത്തരം നീതിന്യായ വിഭാഗം. ചോദ്യം 65. ഭരണകൂടത്തിന്റെ എത്ര വിഭാഗങ്ങളിൽ നിന്നാണ് നീതിന്യായ വിഭാഗം സ്വതന്ത്രമായിരിക്കുന്നത്? ഉത്തരം 2. മറ്റു ചോദ്യങ്ങൾ. ചോദ്യം 66. ഭക്ഷ്യസുരക്ഷാ ബിൽ പാർലമെന്റ് പാസാക്കിയത് ഏതു വർഷമാണ്? ഉത്തരം 2013. ചോദ്യം 67. ഭക്ഷ്യസുരക്ഷാ ബില്ലിന്റെ ലക്ഷ്യം എന്ത്? ഉത്തരം ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഭക്ഷ്യലഭ്യത ഉറപ്പുവരുത്തുക. ചോദ്യം 68. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകളിൽ ഒന്ന് എന്താണ്? ഉത്തരം പാർലമെന്ററി ഭരണ സമ്പ്രദായം. ചോദ്യം 69. ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും എന്തിലാണ് പ്രതിഫലിക്കുന്നത്? ഉത്തരം ആമുഖത്തിൽ. ചോദ്യം 70. നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല. ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരി. ചോദ്യം 71. മൗലികാവകാശങ്ങൾ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഉത്തരം ഗവൺമെന്റുകൾക്ക്. ചോദ്യം 72. എത്ര വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായിട്ടുള്ളത്? ഉത്തരം 14 വയസ്സ്. ചോദ്യം 73.
നിയമനിർമ്മാണ സഭയുടെയും കാര്യനിർവഹണ വിഭാഗത്തിന്റെയും സ്വാധീനത്തിൽ നിന്ന് ആരാണ് സ്വതന്ത്രമായിരിക്കുന്നത്? ഉത്തരം നീതിന്യായ വിഭാഗം. ചോദ്യം 74. ഭരണഘടനയുടെ ആമുഖം എന്തിനെക്കുറിച്ചാണ് വ്യക്തമാക്കുന്നത്? ഉത്തരം അടിസ്ഥാന ലക്ഷ്യങ്ങൾ.